തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയ നിയമനങ്ങളിൽ CPM ഇടപെടൽ എന്ന വാർത്തയാണ്. ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ CPM നേതാക്കളുടെ ഇടപെടൽ വ്യാപകമെന്ന് തെളിഞ്ഞിരിക്കുകയുമാണ്. LC സെക്രട്ടറി, 3 LC അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ ഇത്തരത്തിൽ നിയമനം തേടിയിട്ടുണ്ട്. കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് സ്ഥിരീകരിച്ച ആളാവട്ടെ ഭരണസമിതിയിൽ അംഗവുമാണ്. ശാലിനി ചേരുകയാണ് വിവരങ്ങളുമായി. ശാലിനി, വാർത്തയുടെ വിശദാംശങ്ങൾ. പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ കൈകളിലേക്ക് പല ബോർഡ് നിയമനങ്ങൾ, ഒപ്പം തന്നെ പല ഓഫീസുകളിലെ നിയമനങ്ങളിലും കരാർ നിയമനങ്ങളും ഒക്കെ പോകുന്നത്. സമാനമായ നിയമനമാണ് ഒരുപക്ഷെ 1-2 പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നതുപോലെ തന്നെ ബന്ധു നിയമനങ്ങളും പാർട്ടി രാഷ്ട്രീയ നിയമനങ്ങളുമാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരുടെ കീഴിലാണ് ഈ നിയമനം നടന്നത് എന്നുള്ളതാണ്. ഇവരുടെ ഇഷ്ടക്കാർ, ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവരെ ശിശുക്ഷേമ സമിതിയിലേക്ക് ഇത്തരത്തിൽ വഴിവിട്ട് നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പ്രത്യേക കരുതൽ നൽകേണ്ട, പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തേണ്ട ഒരു നിയമനമാണ് ശിശുക്ഷേമ സമിതിയിൽ. വളരെ ചെറിയ കുട്ടികൾ, ആ കുഞ്ഞു കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഈ ആയമാരിലേക്കാണ്. പക്ഷേ ഈ ആയമാരുടെ അടക്കമുള്ള നിയമനങ്ങൾ വ്യാജമായിട്ടാണ്, ക്രമവിരുദ്ധമായിട്ടാണ് നടന്നത് എന്നുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രാദേശിക CPM നേതൃത്വത്തിന്റെ കൈകളിലാണ് ഈ നിയമനങ്ങളിൽ ഏറിയ പങ്കും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിലടക്കം പരിക്കേൽപ്പിച്ച ആയമാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള നിയമങ്ങൾ ചുമത്തി നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. മഹിളാ ഐക്യവേദി അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനും പോകുന്നു. അല്പസമയത്തിനകം മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും ധർണയും ശിശുക്ഷേമ സമിതി തിരുവനന്തപുരം തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിക്ക് ഓഫീസിന് മുൻപിൽ നടത്തുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുക, ഒപ്പം തന്നെ ഇത്തരത്തിൽ കുഞ്ഞു കുട്ടികളെ വൈകാരികമായും മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകുകയാണ്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ഈ പ്രതികളെ വേണം, അല്ലെങ്കിൽ ഈ കുറ്റക്കാരെ വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുക. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കം വേണം എന്നൊരു ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് വഴിവിട്ട രാഷ്ട്രീയ നിയമനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ മൂടിവെക്കാൻ ശ്രമിച്ച കേസാണ് മാധ്യമ ശ്രദ്ധയുടെയും ഒപ്പം തന്നെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തേക്ക് വന്ന്. പക്ഷേ ഈ രാഷ്ട്രീയ നിയമനങ്ങളായതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരാണ് ഇതിൽ കുറ്റക്കാരായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും എത്രത്തോളം കേസന്വേഷണം നീതിയുക്തമായും ഒപ്പം തന്നെ ശരിയായ രീതിയിലും പോക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു ഭാഗത്ത് കേസന്വേഷണം, മറുഭാഗത്ത് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. അതിനൊപ്പം തന്നെ വഴിവിട്ട് നടന്ന CPM-ന്റെ ഇടപെടലും നിയമനങ്ങളും പുറത്തു വരികയാണ്.